നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിനോയ് വിശ്വം വീണ്ടും CPI സംസ്ഥാന സെക്രട്ടറി. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തത്. CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. നേതാക്കൾ ഇത് കൈയടിച്ച് പാസാക്കുകയായിരുന്നു. 2023 മുതൽ സംസ്ഥാന സെക്രട്ടറിയാണെങ്കിലും ബിനോയ് വിശ്വത്തെ ആദ്യമായാണ് സംസ്ഥാന സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത്. 2022 നടന്ന CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് 2023 ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് ബസ്സിൽ നിന്നും ഗ്ലാസ് പൊളിച്ച് പുറത്തു ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30 സംഭവം. ബസ്സിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാറയമ്പാടത്തെത്തിയപ്പോൾ പുക ഉയർന്നത്. തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെയെല്ലാം അതിവേഗം പുറത്തിറക്കിയ ശേഷം കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന എത്തി പുക ഉയരാനിടയാക്കിയ ബസിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രപതി ഭവനിലെത്തിയിരുന്നു. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ചടങ്ങിൽ പങ്കെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. ചൊവ്വാഴ്ച നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് മണിപ്പൂരിൽ സംഘർഷം. ചുരാചന്ദ്പൂരിലാണ് സംഭവം. മോദിയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കെട്ടിയ തോരണം ചിലർ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അതേസമയം ദേശീയപാത ഉപരോധം നാഗാ സംഘടനകൾ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമായി നടക്കുന്ന ചടങ്ങുകളിലാണ് മോദി പങ്കെടുക്കുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായി മേഖലയിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി MLAയുമായ MK മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് MK മുനീർ. രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിന് പിന്നാലെ ഹൃദയാഘാതം കൂടി ഉണ്ടായതോടെയാണ് മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കൊടുവള്ളി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു മുനീറിന് ശാരീരിക അവശത അനുഭവപ്പെട്ടത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര്. വയനാട്ടിൽ പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു. മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്ത നിലയിൽ. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് ജോസ് ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. ഒരു മാസം മുമ്പ് കോൺഗ്രസ് പ്രാദേശിക നേതാവായ പുൽപ്പള്ളിയിലെ തങ്കച്ചന്റെ വീട്ടിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ജോസ് നെല്ലേടത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 9 വീടിന് സമീപത്തെ കുളത്തിൽ ചാടിയ നിലയിലാണ് കണ്ടത്. കൈഞ്ഞരമ്പ് മുറിച്ചിരുന്നു. വിഷം കഴിച്ചതായും സംശയമുണ്ട്. അയൽപ്പക്കക്കാർ കുളത്തിൽ നിന്നെടുത്ത പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തി DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. CPM നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്നാണ് ശരത് പ്രസാദ് പറയുന്നത്. ഏരിയ സെക്രട്ടറിക്ക് പരമാവധി 10,000 രൂപയാണ് പിരിവ് നടത്തിയാൽ മാസം കിട്ടുന്നതെന്നും ജില്ലാ ഭാരവാഹിയായാൽ അത് 25,000-ന് മുകളിലാകും. പാർട്ടി കമ്മിറ്റിയിൽ വന്നാൽ 75,000 മുതൽ 1 ലക്ഷം വരെയാകും പിരിവെന്നും ശരത്ചന്ദ്രൻ പറയുന്നു. DYFI ജില്ലാ കമ്മിറ്റി അംഗവും CPM മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗവുമായ നിബിൻ ശ്രീനിവാസനോട് പറഞ്ഞ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണേട്ടിനൊക്കെ കോടാനുകോടികളുടെ സ്വത്തുണ്ട്. തൃശൂരിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയ ആളാണ് ഇന്ന് കാണുന്ന കോടികളുടെ സ്വത്തുണ്ടാക്കിയത്. പുറത്തു വന്ന ശബ്ദരേഖയിൽ പറയുന്നു. മുൻമന്ത്രി AC മൊയ്തീന്റെയും വർഗീസ് കണ്ടംകുളത്തിയുടെയും പേര് ശബ്ദരേഖയിലുണ്ട്. AC മൊയ്തീന് അപ്പർ ക്ലാസ് ഡീലാണെന്നാണ് പറയുന്നത്. വന്ദേ ഭാരതിൽ ജീവൻ രക്ഷാ ദൌത്യം. 13 വയസ്സുകാരിയെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി വന്ദേ ഭാരതിൽ എറണാകുളത്തേക്ക്. കൊല്ലം അഞ്ചൽ ഏരൂർ സ്വദേശിയായ പെൺകുട്ടിയെ 7 മണിയോടെ ലെസി ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ദൌത്യം. തിരുവനന്തപുരം ശ്രീചിത്രയിലായിരുന്നു പെൺകുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. എറണാകുളം ലിസി ഹോസ്പിറ്റലിലും ചികിത്സ തേടിയിരുന്നു. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി ഇന്ന് ഉച്ചയോടെയാണ് അറിയിപ്പ് കിട്ടിയത്.
അടിയന്തരമായി എത്തണമെന്ന് അറിയിച്ചതോടെ എയർ ആംബുലൻസിന്റെ സഹായം തേടിയെങ്കിലും അത് കിട്ടാതെ വന്നതോടെ ട്രെയിൻ മാർഗം എറണാകുളത്തേക്ക് പോകാൻ കുടുംബം തീരുമാനിച്ചു. NK പ്രേമചന്ദ്രൻ MP സഹായത്തോടെയാണ് വന്ദേ ഭാരതിൽ യാത്രാ സൗകര്യം ഒരുക്കിയത്. 5ഉം 1.5 വയസ്സുള്ള 2 മക്കൾ ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടി. ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ജീവനൊടുക്കി. കാസർഗോഡ് കുറ്റിക്കോലിലാണ് സംഭവം. കുറ്റിക്കോലിലെ ഓട്ടോ ഡ്രൈവർ സുരേഷ് എന്ന സുരേന്ദ്രനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കുടുംബ വഴക്കാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KSU പ്രവർത്തകരെ കോടതിയിലെത്തിച്ചത് മുഖം മൂടിയിട്ട് രൂക്ഷമായി വിമർശിച്ച് കോടതി. KSU പ്രവർത്തകരെ മുഖം മൂടിയും കൈവിലങ്ങ് ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ വടക്കഞ്ചേരി SHO ഷാജഹാന് ഷോക്കൌട്ട് നോട്ടീസ് നൽകാൻ കോടതി നിർദ്ദേശം നൽകി. പേപ്പട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പേപ്പട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജിറ്റ് പ്രതികരിച്ചു. മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെ KSU പ്രവർത്തകരെയാണ് കോടതിയിലേക്ക് കറുത്ത മുഖംമൂടി വെച്ച് മുഖം മറച്ചു കൊണ്ടുവന്നത്.